പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒരു ശൂന്യത നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ശൂന്യത ഞാൻ അനുഭവിക്കുന്നത് എന്ന് നമുക്ക് ടാരോനോട് ചോദിക്കാം. എല്ലാവർക്കും നമസ്കാരം. ലക്ഷ്മി പൂജ ടാരോ എബണ്ടൻസിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തുകൊണ്ടാണ് എനിക്കൊരു ശൂന്യത അനുഭവപ്പെടുന്നത് എന്നാണ് ഇന്ന് ഞാൻ ടാരോനോട് ചോദിക്കാൻ പോകുന്നത്. 3 കാർഡുകൾ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ആദ്യത്തെ കാർഡ് നമ്മുടെ കറണ്ട് എനർജിയാണ് റീഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാർഡ് എന്തുകൊണ്ടാണ് ഈ ഒരു ശൂന്യത ഞാൻ അനുഭവിക്കുന്നത് എന്ന് നമുക്ക് പറഞ്ഞു തരുമ്പോൾ യൂണിവേഴ്സിൽ നിന്നുള്ളൊരു ഗൈഡൻസ് ആണ് നമുക്ക് മൂന്നാമത്തെ കാർഡ് തരുന്നത്. നമ്മുടെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കാനായി നമുക്ക് ആദ്യത്തെ കാർഡ് പരിശോധിക്കാം. സാമ്പത്തിക സുരക്ഷിതത്വം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഭൗതിക കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുത്തു കഴിഞ്ഞു എന്നും കാണുന്നു. എന്നാലും ഒരു വിരസത നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 2 ഓഫ് സോഡ്സ് ആണ്. സ്വയം തീരുമാനമെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നാണ് കാണുന്നത്. മുമ്പ് എടുത്തിട്ടുള്ള തീരുമാനങ്ങളൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടോ എന്നൊരു സംശയം നിങ്ങൾക്കുണ്ട്. ഇനി എടുക്കാൻ പോകുന്ന തീരുമാനങ്ങളിലും പഴയ ആ തെറ്റുകൾ ആവർത്തിക്കപ്പെടുമോ എന്നൊരു ഭയവും നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ തീരുമാനമൊന്നും എടുക്കാതെ നിങ്ങൾ സ്വയം കണ്ണടച്ച് ആ സാഹചര്യത്തെ തന്നെ ഒഴിവാക്കുകയാണ് എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത്. ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മറ്റെന്തെങ്കിലും ഒരു പുതിയ സംരംഭം തുടങ്ങാനാണ് ടാരോ നിങ്ങളോട് പറയുന്നത്. ധാരാളം പണമൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും നിങ്ങൾക്കൊരു സംതൃപ്തി തന്നിട്ടില്ല എന്നാണ് കാണുന്നത്. ഉടനെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു പുതിയ കാര്യം തുടങ്ങാനുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരും. ആ ഒരു പുതിയ സംരംഭം പണത്തോടൊപ്പം നിങ്ങൾക്ക് സന്തോഷവും സംതൃപ്തിയും നൽകും. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും എന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നന്ദി.